ചിങ്ങത്തിലെ അത്തം തൊട്ട് 10 നാൾ ഓണാഘോഷമാണ്. മീനമാസത്തിൽ കാർത്തിക തൊട്ട് 9 നാൾ ആഘോഷിക്കുന്നത് ഏത് ആഘോഷമാണെന്ന് അറിയാമോ? പൂരം ആഘോഷം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമുറ്റം ക്വിസ് LP, UPHS, HSS വിഭാഗം മോഡൽ ചോദ്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഡോക്ടർ MR ശ്രീനിവാസൻ. ഡോക്ടർ MR ശ്രീനിവാസൻ. ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര്? ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിനായുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേര്? സ്നേഹിത. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ AI പ്രോസസ്സറിൻ്റെ പേരെന്ത്? ഉത്തരം കൈരളി. കൈരളി എന്നാണ്. മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ്? ഓപ്പറേഷൻ ധരാലി. ഓപ്പറേഷൻ ധരാലി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് USA എത്ര ശതമാനം ഇറക്കുമതി തീരുവയാണ് ചുമത്തിയത്? ഉത്തരം 25%. നേരത്തെ ചുമത്തിയ 25%-ന് പുറമെ ഈ പേരും പറഞ്ഞ് 25% കൂടി മൊത്തം 50% തീരുവയാണ് US ചുമത്തിയിരിക്കുന്നത്. 1600 വർഷത്തെ കാലയളവിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഉഷ്ണജല പ്രവാഹത്തിൻ്റെ പേര്? ഉത്തരം അമോക്. അമോക് എന്നാൽ അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ എന്നാണ് ഈ ജലപ്രവാഹത്തെ വിളിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി ഒലിവർ അസായസ് സംവിധാനം ചെയ്ത സിനിമ? ദി വിസാർഡ് ഓഫ് ക്രെംലിൻ. ദ വിസാർഡ് ഓഫ് ക്രെംലിൻ. പൂർണ്ണമായും സെറാമിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തെ ആദ്യ പാർക്ക് അനോഖി ദുനിയ തുറന്നുകൊടുത്തത് എവിടെ? ഗുജറ. ഉത്തർപ്രദേശിലെ ഗുജറയിൽ. 2025 സെപ്റ്റംബർ 12-ന് ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നാവിക താവളത്തിൻ്റെ നേവൽ ബേസിൻ്റെ പേരെന്ത്? INS അരാവലി. INS അരാവലി. റഷ്യ പുതുതായി വികസിപ്പിച്ചെടുത്ത ക്യാൻസർ വാക്സിൻ്റെ പേരെന്ത്? എൻഡറോമിക്സ്. എൻഡറോമിക്സ് എന്നാണ്. സമഗ്ര നഗര വികസന നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരള അർബൻ കോൺക്ലേവിന് വേദിയായ നഗരം ഏതാണ്? കൊച്ചി. കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിൽ ലോകത്തെ ആദ്യമായി തന്നെ ഒരു AI മന്ത്രി ചുമതലയേറ്റിരിക്കുന്നു. ഈ AI മന്ത്രിക്ക് നൽകിയ പേര്? ഉത്തരം ഡിയേല. ഡിയേല എന്നാണ് പേരിട്ടിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്തുള്ള ഈ സ്ഥലത്താണ്. ഏതാണ് സ്ഥലം? അട്ടക്കട്ടി. അട്ടക്കട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. 2026-ലെ ഓസ്കറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട നീരജ് ഗായ്വാൻ സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിൻ്റെ പേര്? ഹോം ബൗണ്ട്. ഹോം ബൗണ്ട്. G7 ഗ്രൂപ്പിലെ ഏതൊക്കെ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളായത്? ഉത്തരം ബ്രിട്ടൻ, കാനഡ എന്നീ 2 രാജ്യങ്ങൾ. ബ്രിട്ടൻ, കാനഡ. അഫ്ഗാനിസ്ഥാനിലെ ഏത് സൈനിക താവളത്തിൻ്റെ നിയന്ത്രണമാണ് തങ്ങൾക്ക് തിരികെ തരണം എന്ന് USA ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ബഗ്രാം.
ബഗ്രാം സൈനിക താവളം. രാജ്യത്തെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാനായി IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടൽ ബീമാ സുഗം എന്നാണ് പോർട്ടലിന്റെ പേര്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI, അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം മിഥുൻ മൻഹാസ്. ലോക ജനസംഖ്യ 700 കോടിയിൽ നിന്നും 800 കോടിയിലെത്തിയത് എത്ര വർഷം കൊണ്ടാണ്? ഉത്തരം 11 വർഷം. 11 വർഷം കൊണ്ടാണ്. 700 കോടി 2011-ലായിരുന്നു, 800 കോടിയിലെത്തിയത് 2022-ലും. തുടർച്ചയായി രണ്ടാമതും ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ വിജയിക്കുകയും അതുവഴി കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടുകയും ചെയ്ത ഇന്ത്യൻ താരം ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേശ് ബാബു. വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്നും സംരക്ഷിക്കാനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ 2025 ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജിയായ ബാലിക തേജസ്വി മനോജ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? കൈലാസഗിരി, വിശാഖപട്ടണത്തുള്ള കൈലാസഗിരിയിൽ, ആന്ധ്രാപ്രദേശിൽ. 55 മീറ്ററാണ് ഈ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നീളം. നമ്മുടെ വാഗമണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിന് 40 മീറ്ററാണ് നീളമുള്ളത്. ഒരു തേനീച്ച കോളനിയിലെ ഒരു തൊഴിലാളി ഈച്ചയുടെ ആയുസ് 5 അല്ലെങ്കിൽ 6 ആഴ്ചയാണ്. ഒരു റാണി ഈച്ചയുടെ ആയുസ് എത്രയാണ്? ഉത്തരം 5 വർഷം വരെ. 5 വർഷം വരെയാണ് ഒരു റാണി ഈച്ചയുടെ ആയുസ്. ഏത് ജീവികൾ വഴി നടക്കുന്ന പരാഗണത്തെയാണ് മാലക്കോഫിലി എന്ന് പറയുന്നത്? ഒച്ചുകൾ, സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ് ഇവ വഴി നടക്കുന്ന. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. ഇത് ആരുടെ വാക്കുകൾ ആണ്? ഉത്തരം സർദാർ വല്ലഭ്ഭായ് പട്ടേൽ. റിയേൽ എന്നത് ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ഉത്തരം കംബോഡിയയുടെ കറൻസിയാണ് റിയേൽ. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ, കോച്ച് ആരാണ്? ഉത്തരം ഖാലിദ് ജമീൽ ആണ്. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാതെ തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ ശ്രമിച്ചതാര്? സർ CP രാമസ്വാമി അയ്യർ, അന്നത്തെ ദിവാൻ. അക്ഷരപറ്റൻ ക്വിസ് വീഡിയോകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കോഴിക്കോട്ട് നിന്നും 1930 ഏപ്രിൽ 13 ആരംഭിച്ച പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ എന്നാണ് പയ്യന്നൂരിൽ എത്തിയത്? 1930 ഏപ്രിൽ 23. ഉള്ളിയുടെ നിറം, ചായപ്പൊടിയുടെ തവിട്ടു നിറം, ചെറുനാരങ്ങയുടെ മഞ്ഞ നിറം എന്നിവയ്ക്കെല്ലാം കാരണമായ ഘടകത്തിന് പറയുന്ന പേര്? ഫ്ലവനോയിഡുകളാണ് അവയ്ക്ക് ഈ നിറങ്ങൾ നൽകുന്നത്. എല്ലാ ശുദ്ധജല ഉപ്പുവെള്ള ആവാസ വ്യവസ്ഥകളിലും കാണപ്പെടുന്ന പരാദജീവി ഏതാണ്? കോപ്പേപ്പോഡ്. പൊട്ടിപ്പുറത്തും ശിബോധി അകത്തും എന്ന ചൊല്ല് ഏത് മലയാള മാസവുമായി ബന്ധപ്പെട്ടുണ്ടായ ചൊല്ലാണ്? ഉത്തരം കർക്കിടക മാസവുമായി ബന്ധപ്പെട്ടാണ് ഈ ചൊല്ലുണ്ടായത്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ദീപ ബസ്തി ഹാർട്ട് ലാമ്പ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ കൃതിയാണ് എന്നറിയാമോ? ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.